ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ ഇടുക്കി ജില്ലയിൽ പൊന്മുടി ഡാം, മൂന്നാറിന് സമീപം. നിങ്ങൾ പൊന്മുടി ഡാം വന്നിട്ടില്ല എങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഇവിടെ നിന്ന് കൂവിയാൽ ഇതൊരു എക്കോ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഡാമിലേക്ക് മുട്ടിയിട്ട് അവിടെ നിന്ന് നമുക്ക് സൗണ്ട് വരും. ഇത് എക്കോ പോയിന്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പിന്നിൽ നമ്മൾ കാണുന്നത് റിസർവയർ. ഇതാ ഇവിടെ പൊന്മുടി ഡാമിൻ്റെ റിസർവയർ. ഇവിടെ വെള്ളം തീരെ കുറവാണ്. നമ്മൾ തൊട്ട് താഴെ നമ്മൾ തൂക്കുപാലത്തിൽ പോയിരുന്നു. അവിടെ തൂക്കുപാലത്തിൻ്റെ വീഡിയോയും ഇതിൽ തന്നെ, ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ വീഡിയോ ഇനി കാണാം. ഇവിടെ ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ട്, ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. വെള്ളം തീരെ കുറവാണിപ്പോൾ. അതൊരു ഷട്ടർ, അത് 3 ഷട്ടർ. ഇതാ കണ്ടല്ലോ, അത്രയും വെള്ളം ചെന്നാലേ ആ 3 ഷട്ടറിൽ നിന്ന് നമുക്ക് തുറക്കുള്ളൂ. അത് തുറന്നു കഴിഞ്ഞാൽ എതിരെയാണ് പോകുന്നത്. ആ തൂക്കുപാലത്തിൽ ഞങ്ങൾ കാണിക്കുന്ന തൂക്കുപാലമുണ്ട്. തൂക്കുപാലത്തിൻ്റെ അടിയിലൂടെയാണ് വെള്ളം പോകുന്നത്. അത് കാണിക്കാം. ഇതാ നമ്മൾ തൂക്കുപാലത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഡാമിൻ്റെ മറുവശത്ത് ആണ് ഈ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത്. ഡാമിൽ നിന്നും വെള്ളം കവിഞ്ഞൊഴുകിക്കഴിഞ്ഞാൽ ഈ തൂക്കുപാലത്തിന് അടിയിലൂടെ വേണം വരുവാനായിട്ട്. ഈ തൂക്കുപാലം ഒരു 9 മാസം മുൻപ് വരെ തുറന്നു കൊടുത്തിരുന്നു. ഇതിൻ്റെ മുകളിലൂടെ ചെറുവാഹനങ്ങൾ, ഭാരം കയറ്റിയ വാഹനങ്ങൾ പറ്റില്ല, ചെറുവാഹനങ്ങൾ, കാറുകൾ പോകാമായിരുന്നു, ജീപ്പുകൾക്ക് പോകാമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആ വടത്തിന് മുകളിൽ കൂടെ പോകുന്ന ആ റാഡ്, ഈ വടത്തിന് ചെറിയ ബലക്ഷയം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 9 മാസമായിട്ട് ഇതിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ കടത്തി വിടുന്നില്ല. അങ്ങ് കാണുന്നത് പൊന്മുടി ഡാം, അങ്ങ് നിങ്ങളുടെ മുകളിൽ കണ്ടത്. ഇത് നിങ്ങളെ കാണിക്കുന്ന വേറൊന്നുമില്ല. ഇത് കണ്ടോ, ഇപ്പം വെള്ളമില്ലാത്ത സമയമാണ്. വെള്ളമുള്ള സമയത്ത് കുത്തൊഴുക്കുണ്ട്. ഏത് വെള്ളച്ചാട്ടത്തിൽ ചെന്നാലും, ഏത് ഒഴുക്കുള്ള സ്ഥലത്ത് ചെന്നാലും നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാല് വഴുതി വെള്ളത്തിൽ പോയാൽ ഈ വെള്ളത്തിന്, ഈ പാറ ഇടുക്കുകൾക്കിടയ്ക്ക് അള്ളുണ്ട്. ഇത് ഈ കാണുന്ന ഓരോ ഭാഗങ്ങൾ, ആ പൊത്തായിട്ട് കാണുന്ന, ഇപ്പം കാണുന്ന വെള്ളം കിടക്കുന്ന അള്ളുള്ള ഭാഗമാണ് അള്ളെന്ന് പറയും. നമുക്കൊരു 6 അടി താഴ്ച അല്ലെങ്കിൽ 10 അടി താഴ്ചയൊക്കെ ഒരാൾ ഇറങ്ങി പോകാവുന്ന അത്രയും ആഴത്തിലേക്കായിരിക്കും അള്ള്. നമ്മൾ പോയാൽ വെള്ളത്തിൽ ഒഴുക്കിൽ പെട്ട് കഴിഞ്ഞാൽ, അതിനകത്ത് പെട്ടാൽ നമ്മുടെ ജീവൻ പോലും കിട്ടില്ല. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരാവശ്യമാണ്. എല്ലാവരും ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം. തൂക്കുപാലത്തിൻ്റെ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാം. ഇവിടെ ഇവർ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നവരുണ്ട് ക്യാമറയിൽ. അവരുടെ അന്നേരം തന്നെ പ്രിൻ്റ് എടുത്ത് തരുന്നവരൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, അള്ള് കണ്ടോ, ഭയങ്കര അപകടമാണ് കേട്ടോ. ഇപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ടാണ് ഇതൊന്നും കാണാൻ പറ്റുന്നത്. ഇതിനകത്ത് പോയാൽ നമ്മുടെ ബോഡിയൊന്നും കിട്ടില്ല. തല കീഴായിട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ കുത്തി കിടക്കുകയുള്ളൂ. പിന്നെ ഇതുപോലെ വെള്ളമില്ലാത്തൊരവസരം ഉണ്ടാവണം. അങ്ങ് കാണുന്നത്, ഇതാ ആ കാണുന്നതാണ് നമ്മുടെ പൊന്മുടി ഡാം. ഇവിടെ 1-2 കടകളുണ്ട്, ചെറിയ 2-3 കടകൾ. അവിടെ ഫോട്ടോ എടുത്ത് തരുന്നവരുണ്ട്. വളരെ ചെറിയൊരു 3-4 ഷട്ടർ, 4-5 ഷട്ടർ മാത്രം. ഇവിടെ നിന്നും നമുക്ക് നേരെ നമ്മുടെ പൊന്മുടി ഡാമിലേക്ക് പോകാം. നമ്മളൊരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചിട്ട് ഇനി നമുക്ക് പൊന്മുടി ഡാമിലേക്ക്. ഇപ്പോൾ ഇതാ നമ്മൾ ഡാമിൽ എത്തിയിരിക്കുകയാണ്. ഡാമിൻ്റെ മുകൾ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആനയിറങ്കൽ ഡാമിൻ്റെ ഒക്കെ അവിടുന്ന് മൂന്നാർ ഭാഗത്തു നിന്നും ജീപ്പിൽ, നമ്മുടെ ബസ്സിന് ആളുകൾ വന്നിട്ട് ജീപ്പേൽ ട്രക്കിംഗ് ആയിട്ട് ഇങ്ങോട്ട് വരും. ഒത്തിരി ആളുകൾ വരുന്നുണ്ട്. ദേ നമ്മളിപ്പോൾ ഈ മുകൾ വശത്താണ്. ഇവിടെ നിന്ന് നമ്മൾ താഴോട്ടാണ് പോകേണ്ടത്. ഇത് ഡാമിൻ്റെ മുകളിലൂടെ, പാലത്തിൻ്റെ മുകളിലൂടെ വണ്ടികൾ വരുന്നത്. ഈ പാലത്തിൻ്റെ മുകളിലൂടെ ഒരു കുഴപ്പമില്ല. വാഹനങ്ങൾക്ക്, ഏത് വാഹനങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. ഇവിടെ പാസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നല്ല സുഖമായിട്ട് ഇവിടെ ചില ഡാമുകളിൽ ചെന്നാൽ നമുക്ക് കയറാൻ പറ്റില്ല, ഡാമിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല. പൊന്മുടി ഡാമിൻ്റെ മുകളിൽ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് കയറാൻ സാധിക്കും. അവിടെ പാസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമുള്ളതല്ല. ഇവിടെ കുതിര സവാരിയുണ്ട്. ഒരാൾ കുതിരയും കൊണ്ട് വന്നിട്ടുണ്ട് അവിടെ. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, സ്പീഡ് ബോട്ട് ആണ്. നമ്മളങ്ങോട്ട് ബോട്ടിങ്ങിൻ്റെ അങ്ങോട്ട് പോയില്ല, നമ്മൾ ബോട്ടിങ്ങിൻ്റെ ഇതെടുത്തില്ല. സ്പീഡ് ബോട്ടിംഗ് ഉണ്ട്, ഇവിടെ താഴെയുണ്ട്. ഇത് ഡാമിൻ്റെ റിസർവയർ. ഈ റിസർവയർ ആ മരങ്ങൾ കാണുന്ന അവിടം വരെ, ആ തെളിഞ്ഞിരിക്കുന്ന അത്രയും വരെ നമുക്ക് വെള്ളം കയറി കിടക്കുന്നതാണ് കേട്ടോ. മഴക്കാലത്ത് നല്ല വെള്ളമുള്ള സമയം എന്ന് പറഞ്ഞാൽ അവിടം വരെ, ആ ടോപ്പ് വരെ വെള്ളം കയറി കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് അവിടെയൊന്നും മരങ്ങളോ കാര്യങ്ങളോ ചെടികളോ ഒന്നും പിടിക്കാത്തത്. മഴ ഇപ്പം വേനൽക്കാലമാണ്. വേനൽക്കാലം ആയതുകൊണ്ടാണ് നമുക്ക്
വെള്ളം തീരെ കുറവ്. മഴക്കാലമായി കഴിഞ്ഞാൽ ഇത് നിറഞ്ഞു കിടക്കുക. ആ നിറഞ്ഞു കിടക്കുന്ന ഭംഗി വളരെ വളരെ രസകരമാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചയാണത്. നമ്മൾ ഈ ഡാമിൻ്റെ മുകളിലേക്ക് കയറാൻ പോവുകയാണ്. ഇത് കേരള ഇലക്ട്രിസിറ്റി ബോർഡ് പന്നിയാർ ജലവൈദ്യുത പദ്ധതി. ഇത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കീഴിലാണ്, അറിയാമല്ലോ. കൂടുതലും ഡാമുകളെല്ലാം തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കീഴിലാണ് വരുന്നത്. നമ്മൾ ഡാമിലേക്ക് പ്രവേശിക്കുകയാണ്. ഡാമിൻ്റെ മുകളിലൂടെ നമുക്ക് അപ്പുറേ സൈഡിലേക്ക്, മറു സൈഡിലേക്ക് നമുക്ക് പോകാം. ഇത് ഇപ്പോൾ നമ്മുടെ ഈ വല സൈഡിൽ ഈ കാണുന്നത് ആണ് ഷട്ടർ. അത് തുറക്കുന്നത് 3 ഷട്ടറുണ്ട്. ഇത് ആനയിറങ്കൽ ഡാമിൽ വരുന്ന ആളുകളെയും കൊണ്ട് വരുന്ന ജീപ്പുകൾ ആണ്. അവിടെ വരുന്ന ജീപ്പുകളാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ നമ്മളിപ്പോൾ കാണിച്ച സീനറികളെ നമുക്ക് കാണാനുള്ളൂ. ഡാമിൻ്റെ റിസർവയർ അങ്ങോട്ട് കാണുന്നത്. ഇതാ നമ്മുടെ ഡാമിൻ്റെ പകുതി ഭാഗവും കഴിഞ്ഞു. അങ്ങനെ പൊന്മുടി ഡാമിൻ്റെ മുകളിലൂടെയുള്ളൊരു യാത്ര. ഡാമിൻ്റെ മുകളിലൂടെ നമ്മൾ യാത്ര ചെയ്ത് ഇവിടെ ഇതാ അവസാനിച്ചു. ഇവിടെ നിന്നും നമുക്ക് ലെഫ്റ്റിലേക്ക് പോയാൽ കൊന്നത്തടി, വലത്തോട്ട് പോയാൽ അടിമാലി, വെള്ളത്തൂവൽ അടിമാലി. നമ്മൾ ഇവിടെ നിന്ന് ഡാമിൻ്റെ ഈ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ, ഒരു ഫോട്ടോയും കൂടെ കാണിക്കാം കേട്ടോ. പൊന്മുടി ഡാമിൻ്റെ ഇങ്ങേ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മളിതേ നേരത്തെ കുറച്ച് മുമ്പ് ഇവിടെ നിന്നായിരുന്നു നമ്മൾ ഡാമിൻ്റെ മുഴുവൻ ഭാഗവും കാണിച്ചത്. അവിടെ നിന്ന് കൂവുമ്പോഴാണ് എക്കോ പോയിൻ്റ് എന്ന് പറഞ്ഞ് ഇവിടെ ആൾക്കാർ വന്ന് ഒത്തിരി പേര് കൂവും. ഒരു 2 പേര് കൂവിയാൽ മതി, പിന്നെ എല്ലാവരും കൂവിക്കോളും. അങ്ങനെ പൊന്മുടി ഡാം നിങ്ങളെ കാണിച്ചു. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ പറയുന്നത് പിന്നെയും തുടരുകയാണ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തോ കേട്ടോ. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾ പിന്നെയും ഒത്തിരി വീഡിയോസ് ഇറക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കും. ഒത്തിരി ആളുകൾ ഡാമിൻ്റെ മുകളിലൂടെ നടക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം.